സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ടി കെ രാജഗോപാലാണ്. സാർ നമസ്കാരം. നമസ്കാരം സാർ, ഈ വരുന്ന 11-ാം തീയതിയോ 12-ാം തീയതിയോ ആണ് നമ്മുടെ പ്രധാനമന്ത്രി ന്യൂസിലൻഡ് സന്ദർശനം നടത്തുന്നുണ്ട്. അപ്പോൾ ന്യൂസിലൻഡ് സന്ദർശനം നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേൾക്കുന്ന ഒരു വാർത്ത എന്ന് പറയുന്നത് ഖാലിസ്ഥാൻ വാദികൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിക്കെതിരെ ചില എന്തോ പറയുക, അദ്ദേഹം ചെല്ലുന്നതിനെ എതിർക്കുന്ന രീതിയിൽ സംസാരവും ഒക്കെ വന്നതായിട്ടൊക്കെ കേൾക്കുന്നുണ്ട്. സാർ, ഈ ഖാലിസ്ഥാൻ വാദികൾ ഭീഷണിയുണ്ട്, അതെ. എന്താണ് ശരിക്കും ഈ ഖാലിസ്ഥാൻ വാദികൾ? അത് നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാൻ താല്പര്യമുണ്ടാകും. അതുപോലെ ഈ കാനഡയിൽ കഴിഞ്ഞ വർഷം ഖാലിസ്ഥാൻ വാദികൾ ഒരു വെടിവെപ്പൊക്കെ നടത്തിയ ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. സാർ, അപ്പോൾ ആദ്യത്തെ ചോദ്യം, എന്താണ് ഈ ഖാലിസ്ഥാൻ വാദികൾ ഒന്ന് പറയാമോ? അതിനുശേഷം നമുക്ക് മറ്റ് ഈ ന്യൂസിലൻഡ് പര്യടനവും അതിനെ സംബന്ധിച്ച കാര്യങ്ങളിലേക്കും പോകാം. സാർ പറഞ്ഞാൽ മതി. ഖലിസ്ഥാൻ വാദം എന്ന് പറയുന്നത് അയ്യപ്പദാസെ, ഇന്ത്യയിലെ പഞ്ചാബിലുള്ള സിഖ് സമൂഹത്തെ കുറിച്ചൊക്കെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അവർക്കൊരു ഐഡന്റിറ്റി വേണം, വ്യക്തിത്വം വേണം, അവർക്കൊരു രാജ്യം വേണം. അതാണ് അവരുടെ ആവശ്യം. അതായത് ഇന്ത്യ മഹാരാജ്യത്തിനകത്ത് സിഖ് സ്റ്റേറ്റ് വേണമെന്നുള്ളതാണ്. സിഖുകാർക്കായിട്ടൊരു പ്രത്യേക രാജ്യം പോലത്തെ ഒരു ഭരണം വേണം. അതവരുടെ പറഞ്ഞില്ല, അവരുടെ വ്യക്തിപരമായ ചില കാര്യങ്ങളെ ബാധിക്കുന്നതാണ്. അവർക്ക് വ്യക്തിപരമായ ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുമുണ്ട്. അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് നമുക്ക്. ഇപ്പൊ കൃപാണും ഒക്കെ ധരിച്ചുകൊണ്ട് മറ്റേ തലപ്പാവും ഒക്കെ ധരിച്ചുകൊണ്ട് വിമാനങ്ങളിൽ പോലും സുരക്ഷിതമായിട്ട് സെക്യൂരിറ്റി ചെക്കിംഗ് ഇല്ലാതെ പോകത്തക്കാൻ ഉള്ള സ്വാതന്ത്ര്യം നമ്മൾ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഒരു സ്വാതന്ത്ര്യ സമരത്തിന്റെയും അവരുടെ ദേശസ്നേഹത്തിന്റെയും ഭാഗമായിട്ട് നമ്മൾ കൊടുത്തതാണ്. പക്ഷെ അതൊക്കെ ദുരുപയോഗത്തിലേക്ക് പോവുകയാണ് ഇപ്പോഴും. അതാണ് ഇപ്പൊ അവിടെ സംഭവിച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നപ്പോഴാണ് ഇവർക്ക്, ഈ സിഖുകാർക്ക്, ഞങ്ങളുടെ സത്വബോധം എന്നൊക്കെ പറഞ്ഞില്ലയോ, അതിന്റെ ഒരു ഭാഗമായിട്ട് പഞ്ചാബില് ഞങ്ങൾക്കൊരു പ്രത്യേകം, പഞ്ചാബ് എന്ന് പറയുന്നത് അവരുടെ ഒരു രാജ്യമായിട്ട് മാറ്റിയെടുക്കണം. അതിനുള്ള ഒരു ശ്രമമാണ് ഇവർ നടത്തിക്കൊണ്ടിരുന്നത്. ഇവർ വളരെ സമ്പന്നന്മാരാണ്. ഇന്ത്യ ഗവൺമെന്റിന്റെ ഒരുപാട് ആനുകൂല്യങ്ങൾ, നമ്മൾ പറഞ്ഞില്ലേ, ഗോതമ്പ് വിളയുന്ന നാടാണല്ലോ, ഗോതമ്പിന്റെ നാടാണെന്ന്. ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷയുടെ ഏറ്റവും ശക്തമായ ഘടകങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഗോതമ്പാണ്. അപ്പൊ ഗോതമ്പിന് വേണ്ടിയിട്ട് ഇഷ്ടംപോലെ സബ്സിഡി നമ്മൾ കൊടുത്തിരുന്നു. എന്നുവെച്ചാൽ ഒരു ഘട്ടത്തിൽ 100% സബ്സിഡി വരെയാണ്, എല്ലാ വസ്തുക്കൾക്കും 100% സബ്സിഡി വരെ കിട്ടിയിരുന്നു. അതിന് കൃഷിക്ക് ആവശ്യമായതല്ല, യന്ത്ര സാമഗ്രികളുടെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അതിന്റെ നികുതി ഘടനയുടെ കാര്യത്തിലൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മുടെ സൈന്യത്തിലുണ്ടായിരുന്നു സിഖ് റെജിമെന്റ് എന്ന് പറഞ്ഞ പ്രത്യേക റെജിമെന്റ്. ദേശസ്നേഹികളായിരുന്നു കേട്ടോ, ആദ്യ തലമുറയിലൊക്കെ ഉള്ള ദേശസ്നേഹികളായിരുന്നു. ഇവർക്കിടയിലേക്കാണ് ഈ തീവ്രവാദികൾ നുഴഞ്ഞു കയറിയത്. തീവ്രവാദികളുടേതായ ആശയം ഇത് നമ്മളെ വിദേശ രാജ്യങ്ങളിലാണ് ഇതിന്റെ ആദ്യ ബന്ധങ്ങളൊക്കെ തുടങ്ങുന്നത്. കാനഡയാണ് ഇതിന്റെ ഒരു തലസ്ഥാനം. കാനഡ ഇപ്പോഴും ഉണ്ട്. കാനഡയിലെ ജനസംഖ്യ നല്ല ശതമാനം സിഖുകാരാണ്. അവിടുത്തെ വ്യവസായങ്ങളും കച്ചവടങ്ങളും ഒക്കെ നിയന്ത്രിക്കുന്ന സിഖുകാരാണ്. ബ്രിട്ടനിലുണ്ട്, US-ലുണ്ട്, ഈ പറയുന്ന ഓസ്ട്രേലിയയിലുണ്ട്, ന്യൂസിലൻഡിലും ഉണ്ട്. ന്യൂസിലൻഡിലും ഒക്കെ ഉണ്ട്. ഓസ്ട്രേലിയ അത്രയും ഇല്ല, ന്യൂസിലൻഡിലും ശക്തമായിട്ടുണ്ട്. ഇവരുടെ വേരുകൾ നന്നായിട്ടുണ്ട്. ഇവരുടെ 2-3 തലമുറകളെല്ലാം മറ്റ് വിദേശ രാജ്യങ്ങളിലൊക്കെ കുടിയേറി. കാരണം ഇഷ്ടംപോലെ സമ്പത്ത് രാജ്യത്ത് ഉണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് വന്നു കഴിഞ്ഞാൽ സമ്പൽ സമൃദ്ധമായിട്ട് ജീവിക്കാം. അതിനുശേഷം ഈ ഫണ്ടെല്ലാം കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇറക്കുക, അതാണ് അവരുടെ പരിപാടി. എന്നിട്ട് ബിസിനസ് സമൂഹമാണ് അവര്. പക്ഷെ ഇവരുടെ ഇടയിലേക്കാണ് ഈ പൈസ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന, നമ്മൾ പറയത്തില്ല, ചങ്കിക്കുത്തുക എന്ന് പറയുന്ന ഒരു ഏർപ്പാടാണ് അവന്മാർ കാണിച്ചത്. അവർക്ക് ഈ തീവ്രവാദ സംഘടനകളുമായിട്ട് ബന്ധം വന്ന ശേഷം ഇവര് ഇന്ത്യയിൽ ഒരു പ്രത്യേക രാജ്യം ഞങ്ങൾക്ക് സിഖുകാർക്ക് വേണമെന്ന് പറയുന്ന വാദം, ഈ വാദം 1970-കളിലാണ് തുടങ്ങുന്നത്. 70 അതാണ് ഖലിസ്ഥാൻ മൂവ്മെന്റ് എന്ന് പറയുന്ന ആ പ്രസ്ഥാനം ആരംഭിക്കുന്ന ഇവിടെ നിന്നാണ്. ഇതിനകത്തിലൊക്കെ തീവ്രവാദികൾ ഇന്ത്യക്കകത്ത് ഉണ്ടായിരുന്നു. ഇന്ത്യക്കകത്തിലെ 80-കളിൽ ഉണ്ടായിരുന്നു. 80-കളില് അത്തരത്തിലുള്ള ഭിന്ദ്രൻവാല, ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറഞ്ഞ ഒരാളുടെ കഥ കേട്ടിട്ടുണ്ടല്ലോ. അത് അയ്യപ്പദാസൻ അറിയാം. അതായത് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് കാരണമായത്, ഇവരുടെ കേന്ദ്രം എന്ന് പറയുന്നത്, ഈ തീവ്രവാദികളെ സുരക്ഷിതമായിട്ട് അന്ന് ഒളിച്ചിരുന്ന സ്ഥലം എന്ന് പറയുന്നത് അവരുടെ സുവർണക്ഷേത്രമാണ്. നമ്മളെ അറിയാം, ഏത് പഞ്ചാബിയെ സംബന്ധിച്ചിടത്തോളം, ഒരു സിഖുകാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരമപവിത്രമായ സ്ഥലമാണ് സിഖ് ക്ഷേത്രം, അവരുടെ സുവർണക്ഷേത്രം എന്ന് പറയുന്നത്. വലിയ ആചാരങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളതാണ്. അപ്പൊ അവിടെ കയറണമെങ്കിൽ തന്നെ കാലും കൈയൊക്കെ ശുദ്ധവൃത്തിയൊക്കെ നടത്തി ഇതെല്ലാം കഴിഞ്ഞ ശേഷം നമ്മുടെ കയറാൻ പോലും കഴിയുള്ളൂ.
ഇതിനകത്തിലാണ് ഇവന്മാർ കയറി ഇരുന്ന് കളഞ്ഞത്. സുവർണ ക്ഷേത്രത്തിനകത്ത് ഈ തീവ്രവാദികൾ, ഈ ഭിന്ദ്രൻവാലയും സംഘവും ആയുധങ്ങളുമായിട്ട് അതിനകത്ത് കയറി ഇരുന്നിട്ടാണ് ഇവർ ഇത്തരത്തിലുള്ള തീവ്രവാദ പരിപാടികൾ, ഇയാളെ പോലീസ് പട്ടാളം അന്വേഷിച്ച് ഇറക്കി ചെന്ന സമയത്താണ് ഇവരിനകത്ത് കയറി ഒളിച്ചു കളഞ്ഞത്. അപ്പൊ ഇവനായിരുന്നു, ഈ ഭിന്ദ്രൻവാലയായിരുന്നു ഈ 80കളുടെ ഇതിനകത്ത് ഇന്ത്യയിൽ ഈ വലിയ വലിയ പ്രശ്നങ്ങൾക്കുള്ള കാരണക്കാരനായിട്ട് വന്നത്. അപ്പൊ ഇവനെ എങ്ങനെങ്കിലും പിടിക്കുക, ഇന്ദ്രനെ പിടിക്കുക എന്നുള്ളത് നമ്മുടെ ഒരു വലിയ ലക്ഷ്യമായിരുന്നു. അപ്പൊ ഇന്ദിരാഗാന്ധി അക്കാര്യത്തിൽ വളരെ കർശനക്കാരിയുമായിരുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ രാജ്യം കുട്ടിച്ചോറാക്കുവര്. ആ ഖലിസ്ഥാൻ മൂവ്മെന്റിന്റെ വലിയ തലവനുമായിരുന്നു, ഇന്ത്യയിലെ വലിയ തലവനുമായിരുന്നു ഇയാൾ. അപ്പൊ അങ്ങനെ സമയത്താണ് ഇയാളെ പിടിക്കാൻ കയറുന്ന സമയത്താണ് അന്ന് ഇന്ദിരാഗാന്ധി കൊടുത്ത പേരാണ് പട്ടാളം അഡ്വാൻസ് ചെയ്ത് 1984 ആ സംഭവം, ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന് പറയുന്ന സംഭവം ഉണ്ടാകുന്നത്. ഇയാളെ പിടിക്കാനായിട്ട് പറഞ്ഞില്ല, അതിന്റെ ഇടനാഴികൾ കൂടെയും വാതിൽ കൂടെയുമാണ് നമ്മുടെ പട്ടാളം അഡ്വാൻസ് ചെയ്ത് കയറിയത്. അപ്പൊ ഇവർ ഈ താഴികക്കുടം, ഈ സുവർണക്ഷേത്രത്തിന്റെ താഴികക്കുടം അതിന്റെ മുകൾ ഭാഗങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ്. ഒളിച്ചിരുന്നുകൊണ്ട് അതിലുള്ള ദ്വാരങ്ങളിൽ കൂടെ നമ്മുടെ പട്ടാളത്തിന് നേരെ വെടിവെക്കുക. വലിയ അത്യാധുനിക ആയുധങ്ങളും ഒക്കെ എവിടെയും ഉണ്ടായിരുന്നു. ഒരുപാട് പട്ടാളക്കാർ വെടിയേറ്റ് വീണ് കേട്ടോ. അഡ്വാൻസ് ചെയ്ത ഗ്രൂപ്പിലെ കുറെ നിരപരാധികളായ നമ്മുടെ ധീരന്മാരായ ജവാന്മാർ വെടിയേറ്റ് വീണു. അവസാനം ഇന്ദിരാഗാന്ധി ഓർഡർ കൊടുത്തു, ഇതിന് നേരെ സുവർണക്ഷേത്രത്തിന് നേരെ വെടിവെക്കാൻ പറഞ്ഞു. കാരണം അത് അവസാനത്തെ ഉത്തരവായിരുന്നു, അല്ലെങ്കിൽ നിവർത്തിയില്ല. പട്ടാളത്തിനെ അവർ കൊന്നു കളഞ്ഞേനെ, എല്ലാ പട്ടാളക്കാരെയും വധിച്ചു കളഞ്ഞേനെ. ആ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോഴാണ് സുവർണക്ഷേത്രത്തിന് നേരെ പട്ടാളം നിറയൊഴിക്കുന്നത്. നിറയൊഴിച്ച് താഴിയെ കുടങ്ങളൊക്കെ തകർന്നതും ഭിന്ദ്രനെ വെടിവെച്ച് വീഴ്ത്തുകാരൻ. പിന്നെ അഡ്വാൻസ് ചെയ്ത് കയറിയ ശേഷമാണ് നമ്മുടെ പട്ടാളം ഇവനെ കീഴ്പ്പെടുത്തുന്നത്. പക്ഷെ ആ സുവർണക്ഷേത്രത്തിന് വെടിയേറ്റത് വലിയ ദോഷമായിട്ട് വന്നു. പിന്നെ അങ്ങനെയാണ് ഇന്ദിരാഗാന്ധിയുടെ മരണം. അവരുടെ രണ്ടനുചര പിന്നെ അംഗരക്ഷകരാണ് കൊന്നത്. അംഗരക്ഷകര് സിഖുകാര് അതിന്റെ വൈരാഗ്യം തീർത്താണ് കേട്ടോ. അവരുടെ സുവർണക്ഷേത്രത്തിന് നേരെ വെടിവെച്ചതിനുള്ള വൈരാഗ്യം അവർ തീർത്തതാണ്. അംഗരക്ഷകർ തന്നെ 16 ബുള്ളറ്റ് ഏറ്റിട്ടാണ് ഇന്ദിരാഗാന്ധി വെടിയേറ്റ് മരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഈ സംഭവം അവസാനിച്ചു. അങ്ങനെ ഈ പ്രശ്നം അവസാനിച്ചു. ഇന്ദ്രൻ വെടിയേറ്റ് മരിച്ചോട് ഇന്ത്യയിൽ ഈ പ്രശ്നം അവസാനിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ ഇവർ വിദേശത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്, വിദേശ രാജ്യങ്ങളിൽ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. കാരണം ഇവിടുന്നുള്ള ഫണ്ടെല്ലാം നേരെ പോവാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള തലമുറകളെല്ലാം 2, 3, 4 തലമുറകളെല്ലാം മൈഗ്രേറ്റ് ചെയ്ത് പോയ ശേഷം കാനഡയിലും അമേരിക്കയിലും ബ്രിട്ടനിലും ഈ ന്യൂസിലാൻഡിലും ഒക്കെ ഇരുന്നുകൊണ്ടുള്ള പരിപാടികളാണ്. അവിടുത്തെ ബിസിനസ്സുകൾ കംപ്ലീറ്റ് നിയന്ത്രിക്കുന്ന അങ്ങനെയാണ്. ഇപ്പൊ കാനഡയിലെ ജസ്റ്റിൻ ട്രൂഡോയ്ക്കൊക്കെ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞാല് അവിടുത്തെ പ്രധാനമന്ത്രി അധികാരത്തിൽ ഏറ്റുന്നതിനും ഇറക്കുന്നതിനും ഇവരുടെ സഹായം വേണം. കാരണം ഏതാണ്ട് 35% സിഖുകാർ അവിടെ ഉണ്ടെന്നാണ് അവിടുത്തെ കണക്ക്. അങ്ങനെയാണ്. അപ്പൊ അദ്ദേഹത്തിന് അവിടെ നിലനിൽക്കണമെങ്കിൽ പോലും ഇവരുടെ സഹായം വേണ്ടി വരുന്നു. അങ്ങനെ ഇഷ്ടം പോലെ ധാരാളം ഫണ്ടുണ്ട്. പൈസയ്ക്ക് യാതൊരു ക്ഷാമവുമില്ല. പൈസയ്ക്ക് അത് കിടന്ന് തിളച്ചു മറിയുകയാണ് ഇവർ. അപ്പൊ ആ ഗ്രൂപ്പാണ് ഇപ്പൊ നമ്മുടെ പ്രധാനമന്ത്രിക്കെതിരെ. അദ്ദേഹം ഇപ്പൊ നമ്മുടെ ഈ ശാന്തസമുദ്രത്തിലെ ഈ പറയുന്ന ദ്വീപുകളിലേക്ക് പോവുകയാണല്ലോ. ഓസ്ട്രേലിയയിലും പോകുന്നുണ്ട്, അതേപോലെ ന്യൂസിലാൻഡിലും വരുന്നുണ്ട്. 2500 കിലോമീറ്റർ അകലെയായിട്ടാണല്ലോ രണ്ട് രാജ്യങ്ങളും കിടക്കുന്നത്. അപ്പൊ അവിടെ വെച്ച് എന്തോ ചെയ്തു കളയുമെന്നാണ് പറയുന്നത്. ഈ ഖലിസ്ഥാൻ തീവ്രവാദികൾ പറയുന്നത് വളരെ ശക്തമായ നിലപാടുകളാണ്. നമ്മുടെ സർക്കാർ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒന്ന് തലപൊക്കിയായിരുന്നു. 2-3 വർഷം മുമ്പ് ചെങ്കോട്ടയിലും ഒക്കെ വന്ന് ചില തലപൊക്കലും ഒക്കെ നടത്തി നോക്കി നമ്മുടെ അതിരുന്ന്. പിന്നെ ഇപ്പോഴത്തെ പഴയ കാലമല്ലല്ലോ. അങ്ങനെ തലപൊക്കിയവനൊക്കെ അപ്പൊ തന്നെ അടിച്ച് താഴെ കളഞ്ഞു. കാനഡയിൽ ചെന്ന് നമ്മൾ കൊടുത്തു അല്ലേ. കാനഡയിൽ ചെന്നും അവരുടെ നേതാവിനെ, അതായത് സൂചിപ്പിച്ചത്, അവരുടെയൊക്കെ കൊടുക്കേണ്ടിടത്തൊക്കെ നമ്മൾ കൂടെ അജ്ഞാതന്മാരൊക്കെ അവന്മാരെ വെടിവെച്ച് കൊല്ലും. നമ്മുടെ ഏതോ അജ്ഞാതനാണ് കൊന്നെന്നാണ് പറയുന്നത്. കാനഡ ഗവൺമെന്റ് പറഞ്ഞ് ഇന്ത്യക്ക് പങ്കാളിത്തം ഉണ്ടെന്നൊക്കെ പറയിച്ചു. പക്ഷെ അതൊന്നും വലിയ കാര്യമൊന്നും ഇല്ലാതെ വന്നു. നമുക്ക് കൊടുക്കാൻ നമുക്കറിയാം. അപ്പൊ പഴയ കാലഘട്ടമല്ല നരേന്ദ്രമോദിയുടെ ഭരണം എന്ന് പറയുന്നത് പഴയ ഭരണമൊന്നും അല്ലല്ലോ ഇപ്പോഴുള്ളത്. അപ്പൊ ഇപ്പൊ ഇവരുടെ ഏറ്റവും പുതിയ ഭീഷണിയാണ്. പിന്നെ നമ്മുടെ ന്യൂസിലാൻഡിൽ ചെല്ലുന്ന സമയത്തോ ഓസ്ട്രേലിയയിൽ ചെല്ലുന്ന സമയത്ത് നമ്മുടെ പ്രധാനമന്ത്രി എന്തോ ചെയ്തു കളയുമെന്നാണ് അവന്മാർ പറയുന്നത്. അദ്ദേഹത്തിന് ഭീഷണി വന്നിരിക്കുകയാണ്. പക്ഷെ അവിടുത്തെ ഭരണാധികാരി ഇപ്പൊ ന്യൂസിലാൻഡിലേക്കാണ് 11-ാം തീയതിയാണെന്ന് തോന്നുന്നു. 11-ാം തീയതിയാണ് അദ്ദേഹം ന്യൂസിലാൻഡിൽ ചെല്ലുന്നത്. അദ്ദേഹം കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രശ്നങ്ങളുമില്ല. ഇന്ത്യ മഹാരാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്ക് എല്ലാ സെക്യൂരിറ്റിയും ഞങ്ങളെ ഏറ്റവും സൗഹൃദത്തിൽ പോകുന്ന രാജ്യമാണ്. അതുകൊണ്ട് ഇവരുടെ ഈ മാതിരി ഭീഷണികളും കാര്യങ്ങളും ഒന്നും അവിടെ നിലനിൽക്കും. പക്ഷെ ഭയങ്കര സെക്യൂരിറ്റി ഏർപ്പെടുത്തേണ്ടി വരും കേട്ടോ. കാരണം ഇവന്മാര് പറഞ്ഞതുപോലെ അന്താരാഷ്ട്ര ബന്ധങ്ങളുള്ളതും നമ്മൾ ഗ്രാസ് റൂട്ടിലൊക്കെ ഒരുപാട് ഓടിയിട്ടുണ്ടെന്നാണ്. അവർക്ക് അനുഭാവികൾ വന്നിട്ടുണ്ട് ന്യൂസിലാൻഡിലൊക്കെ. അങ്ങനെ വന്നതുകൊണ്ട് ഇത് ഒന്നാമത് ദ്വീപ് സമൂഹമാണല്ലോ. ദ്വീപിനകത്തിൽ ഇങ്ങനെ ഒരു ഒറ്റപ്പെട്ട് കിടക്കുന്ന ദ്വീപുമാണ്. അപ്പൊ അതുകൊണ്ട് വലിയ ടൈറ്റ് സെക്യൂരിറ്റിയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്.
അതുകൊണ്ടാണ് ഈ പറഞ്ഞ ഈ വീണ്ടും ഈ മൂവ്മെന്റ് തലപൊക്കുകയാണ്. അപ്പൊ ഇന്ത്യക്കകത്ത് നടക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായി. ഇന്ത്യക്കകത്ത് നടക്കത്തില്ലെന്ന് മനസ്സിലായപ്പോ ഇന്ത്യക്കകത്തൊന്നും നോക്കിയില്ലേ. കർഷക സമരം ഓർക്കുന്നില്ല അയ്യപ്പദാസ്? അതെ ഡൽഹിയിൽ നടന്ന കർഷക സമരം അയ്യപ്പദാസ് ഓർക്കുന്നില്ലേ? അതെ 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 ആ കർഷക സമരത്തിന് നമ്മുടെ ഡൽഹി ബോർഡറിൽ അന്ന് അവന്മാർ വന്ന് തമ്പടിച്ചു. ഇടതുപക്ഷ മുന്നണിയും ഒക്കെ ആയിരുന്നു തന്നെ ആ കർഷക സമരത്തിന് മുമ്പിലൊക്കെ നിന്നിരുന്നത്. അതുപോലെ പ്രതിപക്ഷ സംഘടനകളും ഒക്കെ ഉണ്ടായിരുന്നു. അതെ. ആ സമയത്ത് ഇവന്മാരൊന്ന് തലപൊക്കിയായിരുന്നു ഇവിടെ. അത് പിന്നെ അന്ന് അപ്പോ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് സാർ ഓർക്കുന്നില്ലേ? ഞാനൊന്ന് ഇടപെടുകയാണ് സാർ. അപ്പൊ ന്യൂസിലാൻഡിൽ ഇത്തരത്തിൽ ഖാലിസ്ഥാനികൾ ഉണ്ട് അല്ലെ? ഉണ്ട്. അവര് നന്നായിട്ടുണ്ട് അവിടെ. അത് ഇതിൽ പറഞ്ഞില്ലേ, ഇവരുടെ നേരത്തെ പോയ തലമുറകളെ ഇത്തരം ചില ദ്വീപ സമൂഹങ്ങളിലേക്കും ഒക്കെ കാനഡ ഈ പറഞ്ഞ പോലെ മറ്റ് കാനഡയാണ് ഇവിടെ ഒരു തലസ്ഥാനം. അവരുടെ ഒരു തലസ്ഥാനം കാനഡയാണ്. മറ്റ് ദ്വീപ സമൂഹം ഓസ്ട്രേലിയയിലും കയറിയിട്ടുണ്ട്, ന്യൂസിലാൻഡിലും നന്നായിട്ട് കയറിയിട്ടുണ്ട്. ബിസിനസ്സുകാരാണ്, നന്നായിട്ട് പണം മുടക്കും, പൈസ ഉണ്ടാക്കുക. അതില് അവരുടെ അപ്പൂപ്പന്മാരും പഞ്ചാബിൽ നിന്ന് നമ്മുടെ ആനുകൂല്യങ്ങൾ കിട്ടിയതെല്ലാം വിദേശത്ത് കൊണ്ട് മുടക്കുക. സാർ ഇതിന്റെ നമ്മുടെ സംസാരത്തിന്റെ ചുരുക്കെഴുത്ത് ഒന്ന് സാർ പറയാമോ? പറഞ്ഞ് നമുക്കിത് അവസാനിപ്പിക്കാം. ഒന്നും ചെയ്യത്തില്ല അയ്യപ്പദാസെ. ഇവര് വീണ്ടും ഇപ്പൊ പറഞ്ഞില്ലയോ, ഇന്ത്യക്കകത്ത് നടക്കത്തില്ലെന്ന് കണ്ടപ്പോ വെളിയിൽ പോയി കിടന്നുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയാണ്. നമ്മളെ പറഞ്ഞ് റോഡിലോട്ട് ഇറങ്ങി വന്നാൽ ഞാൻ അടിക്കുമെന്ന് പറയത്തില്ലേ? നമ്മുടെ തിണ്ണയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാ പിന്നെ വെളിയിലോട്ട് ഇറങ്ങി പോയാൽ ഞാൻ അടിക്കാന്ന് പറയും. അതങ്ങനെ അടിക്കാൻ ചെല്ലുമ്പോ ഓടുക. ഇതാണ്. അല്ലാതെ വേറെ യുവമാർക്ക് എന്തോ സ്ഥലം. കാനഡയിൽ നമ്മൾ കാനഡ സാമ്പിൾ പടിയാണ് നമ്മൾ കാണിച്ചത് എന്ന് പറഞ്ഞതുപോലെ വെളിയിലോട്ട് ഇറങ്ങി വാ, ഞാൻ കാണിച്ചു തരാമെന്നൊരു മട്ടം എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ നമുക്കറിയാം അത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് സംരക്ഷണം കൊടുക്കേണ്ട എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഏതായാലും നമുക്ക് കാത്തിരിക്കാം എന്തൊക്കെയാണ്. നമ്മുടെ പ്രധാനമന്ത്രി പോയ ശേഷം അവിടെ നയതന്ത്ര ഉടമ്പടികൾ ഒരുപാടുണ്ടാകും. നമ്മുടെ പ്രധാനമന്ത്രിയുടെ യാത്ര, ഇത്തരത്തിൽ വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നത് വെറുതെ അല്ല എന്നുള്ള കാര്യം പ്രതിപക്ഷത്തിനും ഈ നമ്മളെപ്പോലെ മാധ്യമങ്ങളിലൂടെ നമ്മുടെ ജനങ്ങൾക്കും മനസ്സിലാവും എന്നുള്ള കാര്യം വ്യക്തമാണ്. നമുക്ക് നോക്കാം സാർ, കാത്തിരിക്കാം. നന്ദി, താങ്ക് യു.